ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മൾ എല്ലാവരും നേരത്തെ അറിഞ്ഞ ഒരു എവിക്ഷനാണ് ഗബ്രി പുറത്തു പോയി എന്നുള്ളത്. പ്രൊമോ കാണിച്ച സമയത്ത് തന്നെ ഏകദേശം ഉറപ്പായിരുന്നു ഗബ്രി പുറത്തു പോകും എന്നുള്ളത്. ഗബ്രി പുറത്തായ സമയത്ത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ അതേക്കുറിച്ചുള്ളതായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി പുറത്തു പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ ചെയ്യാന്നുള്ളത്. അധിക കാരണങ്ങളൊന്നുമില്ല, ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഗബ്രി പുറത്തു പോകാനായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ ടോപ്പ് 5 ഞാൻ കണ്ട ഒരു ഗെയിമറായിരുന്നു ഗബ്രി എന്ന് പറയുന്നത്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ്റെ കൂടെ കൂടി ലവ് സ്ട്രാറ്റജി പിടിക്കാൻ നോക്കിയതാണ് ഗബ്രിക്ക് വന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ജാസ്മിൻ്റെ കൂടെ ലവ് സ്ട്രാറ്റജി പിടിക്കുകയാണെങ്കിലും അതിലൊരു ഒറിജിനാലിറ്റിയോ അല്ലെങ്കിൽ അതിൽ ഒരു എന്താ പറയേണ്ട ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിലും നല്ല സക്സസ് ആയി പോയേനെ. പക്ഷേ അതൊരു ഫേക്ക് ലവ് ആണ് എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാവുന്ന രീതിയിലായിപ്പോയി അവരുടെ കളി എന്നുള്ളത്. ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ ഉടനെ ഗബ്രിയും ജാസ്മിനും വേറെ വേറെ രീതിയിൽ, അതായത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് കളിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ടോപ്പ് 5 വിന്നർ ആവാനോ സാധ്യതയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു നമ്മുടെ ഗബ്രി എന്ന് പറയുന്നത്. ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുമ്പോൾ വന്നിട്ടുള്ള ചില വീഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മാറ്റി പോയിന്റുകൾ പറയുന്ന ഒരു ഗബ്രിയിലേക്കൊക്കെ വന്നതായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഫേക്ക് ലവ് സ്ട്രാറ്റജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഗബ്രി നേരത്തെ ഔട്ടായി പോയിട്ടുള്ളത്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ കപ്പടിക്കാനോ ടോപ്പ് 5 വരാനോ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഗബ്രി.